അത്താഴത്തിന് എണീറ്റപ്പോൾ തന്നെ വേഗം ചായ കോഫി എന്താ വെച്ചാൽ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് വേഗം ചായക്കൊക്കെ വെള്ളം വെച്ച് ഇന്നലെ കിടന്നപ്പോൾ തന്നെ മോൾ ഓർഡർ ചെയ്തായിരുന്നു. എന്താണ് ടൂണ മസാലയും മതി, എനിക്ക് അതിക്കൊരു മുട്ടയും പൊരിച്ചെന്നാൽ മതിയെന്ന്. കുട്ടികളെല്ലാം എന്തെങ്കിലും കഴിച്ച് നോമ്പെടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ എന്ന് കരുതിയിട്ട് മീൻ ഉണ്ടാവുമ്പോൾ എന്തിനാ മുട്ട എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ പിന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പൊരിച്ചു. പിന്നെ അതാ കോഫിയൊക്കെ ഉണ്ടാക്കി അവളെ വിളിച്ചുണർത്തി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഒന്നും കഴിച്ചില്ല, ആ കോഫി മാത്രമേ കുടിച്ചുള്ളൂ. എന്താ അറിയില്ല, ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നു കുറച്ച് നേരം. പിന്നെ ഞാൻ ഉച്ചയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് മൈദ കൊണ്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അത് കുഴച്ച് വെച്ചിരുന്നു. പിന്നെ ബട്ടർ ചിക്കനും ഉണ്ടാക്കരുത്, അതിൻ്റെ മസാലയും വേവിക്കാനുള്ളത് അങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നു. എന്നാൽ പിന്നെ വൈകുന്നേരം അരച്ചാൽ മതിയല്ലോ ചൂടാറിയിട്ട്. അപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ ഇതാ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കനൊക്കെ ഇതാ മാരിനേറ്റ് ചെയ്തിന് ഉച്ചയ്ക്ക് തന്നെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ ഇത് അങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് വൈകുന്നേര സമയത്ത് മഴയുണ്ട്. പിന്നെ ഞാൻ വെള്ളമൊക്കെ കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ടാങ്കാണ് കലക്കിയത്. പിന്നെ നാരങ്ങ എടുത്ത് നോക്കിയപ്പോൾ അത് കേട് വന്നിക്കണം. അപ്പോൾ പിന്നെ ടാങ്ക് കലക്കി. ഇതാ ബട്ടർ ചിക്കനുള്ള ചിക്കൻ ഇതാ ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഞാൻ അരച്ച് ഒന്ന് പേസ്റ്റാക്കി എടുത്തു. അങ്ങനെ അത് ആ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഒഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടോ. ഇതിന് മുന്നേ ഞാൻ ബട്ടർ ചിക്കൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അതൊന്ന് കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പിന്നെ അതാ കസൂരി മെത്തിക്ക് ഇട്ടിട്ട് അങ്ങനെ കറി ഫൈനൽ സ്റ്റേജ് എത്തി. കറി റെഡിയായി, സെറ്റപ്പായി. അപ്പോൾ ചപ്പാത്തി പോരെ, ഗീ റൈസ് വേണമെന്ന്, നെയ്ച്ചോറ്. പിന്നെ അതുണ്ടാക്കാൻ എഴുതിയിട്ട് കുറച്ച് ഒറ്റ നാഴി അരി എടുത്തിട്ട് അവളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അതുണ്ടാക്കി. അങ്ങനെ നമ്മൾ നെയ്ച്ചോറൊക്കെ സെറ്റായി. പിന്നെ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരട്ടെ. അപ്പോൾ ഇന്നും പഴംപൊരി ഉണ്ടാക്കിട്ടോ. മക്കൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കൂലായിരുന്നു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോളോട് വേഗം സാധനങ്ങളൊക്കെ ടേബിൾ ബുക്ക് എടുത്ത് വെച്ചൂടെ, ഇതുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഉണ്ടാക്കാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഇതാ ഒക്കെ റെഡിയാക്കി വെച്ചു. ബാങ്ക് കൊടുക്കാൻ ഏകദേശം ടൈമായി. ഞങ്ങളെല്ലാവരും ഇരുന്ന് നോമ്പ് തുറന്നു.